Hello guys, welcome to my YouTube channel Mallu in Adologam. ഇന്ന് ഞാനൊരു ചെറിയ ഗെറ്റ് റെഡി വിത്ത് മീ വീഡിയോ ആണ് ചെയ്യുന്നത്. ഞാനിപ്പോൾ നിൽക്കുന്നത് ഇറ്റലിയിലാണ്. ഇറ്റലിയിൽ എൻ്റെ ചേച്ചിയാണുള്ളത്. അപ്പോൾ എനിക്ക് 5 ദിവസം ഓഫ് കിട്ടിയപ്പോൾ ഞാൻ ജസ്റ്റ് ഇറ്റലിക്ക് വരാമെന്ന് വിചാരിച്ചു. ഫസ്റ്റ് ഞാൻ നാട്ടിൽ പോകാമെന്നാണ് പ്ലാൻ ചെയ്തത്, പക്ഷേ ഇറ്റലിക്ക് വരാമെന്ന് വിചാരിച്ചു. പിന്നെ ബാക്കിലുള്ള പാട്ട് ചേച്ചിയുടെ ബേബീനെ ഉറക്കുന്ന ഒരു പാട്ടാണ്. ചേച്ചി ബേബി കരയുന്നതുകൊണ്ട് ചേച്ചി പാടി ഉറക്കുന്നതാണ്. അപ്പം നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഞാൻ ഫേസ് നന്നായിട്ട് ക്ലെൻസ് ചെയ്ത് പിന്നെ മോയ്സ്ചറൈസിങ്, ഞാൻ സെറയുടെ മോയ്സ്ചറൈസിങ് ആണ് യൂസ് ചെയ്യാറ്. അത് യൂസ് ചെയ്ത് പിന്നെ സൺസ്ക്രീൻ യൂസ് ചെയ്ത്. ഇവിടെ ഇറ്റലിയിൽ ഭയങ്കര ചൂടാണ്. ജർമ്മനി വെച്ച് കമ്പയർ ചെയ്യുകയാണെങ്കിൽ നല്ല ചൂടെന്ന് വെച്ചാൽ അപാരം ചൂടാണ്. അപ്പോൾ ഇനി ഞാൻ യൂസ് ചെയ്യാൻ പോണത് കളർ കറക്റ്ററാണ്. ഇതിൻ്റെ ഓറഞ്ചാണ് ഞാൻ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യണം. അതുകൊണ്ട് ഓറഞ്ചിലൊരു ഓട്ട കാണാം. അപ്പോൾ ഈ ഞാൻ യൂസ് ചെയ്യുന്നത് കളർ കറക്റ്ററാണ് കേട്ടോ. ഇത് ഞാൻ ഓറഞ്ചാണ് കൂടുതൽ യൂസ് ചെയ്യുന്നത്, അതുകൊണ്ട് ഒരു ഓട്ടയായിട്ടിരിക്കണം കാണാം. ഞാൻ യൂസ് ചെയ്യുന്നത് കണ്ണിൻ്റെ താഴെയും പിന്നെ എനിക്ക് ഇവിടെ ഒരു പൊള്ളലുണ്ട്. ഈ പൊള്ളൽ നാട്ടിൽ പോയപ്പോൾ ഒരു ഫേഷ്യൽ ചെയ്തതാണ്, അങ്ങനെ കിട്ടിയ പൊള്ളലാണ്. അപ്പോൾ ജസ്റ്റ് ഒന്ന് ഹൈഡ് ചെയ്യും. ഇവിടെ നൈറ്റായി. അപ്പോൾ ഇപ്പം ഞങ്ങൾ റെഡിയായി പോണത് എൻ്റെ ചേച്ചിയുടെ ഹസ്ബൻഡിൻ്റെ റെസ്റ്റോറൻറ്റിലാണ്. ആള് ഷെഫാണ്. അപ്പോൾ ഞാൻ വന്നപ്പോൾ തൊട്ട് ആള് ഞങ്ങളെ വിളിക്കേണ്ട അങ്ങോട്ട് വരെ പോകാനുള്ള മടി കൊണ്ട് ഞങ്ങൾ പിന്നെ വരാം എന്ന് പറഞ്ഞു. അപ്പോൾ ഇന്ന് ചേട്ടൻ നിർബന്ധിച്ച് ഇന്ന് തന്നെ വരണം എന്ന് പറഞ്ഞു. അപ്പോൾ പോകാമെന്ന് വിചാരിച്ചു. പിന്നെ ഇത് കൺസീലറാണ്. ഇത് ഞാൻ മെബലൈൻ്റെ കൺസീലറാണ് യൂസ് ചെയ്യാറ്. ഞാൻ ജസ്റ്റ് ബ്രഷ് വെച്ച് ജസ്റ്റ് ബ്ലെൻഡ് ചെയ്തു. എന്നിട്ട് മെബലൈൻ്റെ ഫിറ്റ് മീയുടെ തന്നെ കോമ്പാക്ട് പൗഡറല്ല കോമ്പാക്റ്റാണ്. ഞാൻ ജസ്റ്റ് ഒന്ന് വൈപ്പ് ചെയ്യും. പിന്നെ ഞാൻ പുരികനുണ്ട്. എൻ്റെ പുരികൻ കൊഴിയുന്നുണ്ട് കണ്ടോ, ചെറുതായിട്ടൊരു ഗ്യാപ്പുള്ള. അപ്പോൾ അത് വെച്ച് ഞാൻ ഫില്ല് ചെയ്യുന്നത് ഫേസസ് കാനഡയുടെ ഷേപ്പ് അപ്പ് ബ്രോക്കിറ്റാണ്. നമുക്ക് ഫൗണ്ടേഷൻ ഷേപ്പ് ഉണ്ട്. നമുക്കത് ജസ്റ്റ് ഇതിൽ 2 ഷെയ്ഡാണ് കേട്ടോ ഉള്ളത്. ഒരു ബ്രൗണും ഒരു ആഷ് കളറും. ഞാൻ ആ ഗ്യാപ്പ് മാത്രം ജസ്റ്റ് ഫില്ല് ചെയ്യാറുള്ളൂ. ഞാനങ്ങനെ ത്രെഡ് ചെയ്യാറില്ല. പിന്നെ ബാക്ക്ഗ്രൗണ്ടിലുള്ള മ്യൂസിക്, ചേച്ചിക്ക് 2 മക്കളാണ്. ഒരാൾക്ക് 7 വയസ്സും ഒരാൾക്ക് 5 മാസം. അപ്പം മുത്തവൻ്റെ ടാബിൽ നിന്നുള്ള പാട്ടാണ് ഇവിടെ കേൾക്കുന്നത്. വാവനെ ചേച്ചി പാട്ട് പാടി ഉറക്കി. അപ്പോൾ ഞങ്ങൾക്കൊരു 8 മണിയാവുമ്പോൾ പിക്ക് ചെയ്യാൻ വരുമെന്നാണ് പറഞ്ഞത് ചേട്ടൻ. അപ്പോൾ അതിന് മുമ്പ് റെഡിയായി സെറ്റായി നിൽക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ ജസ്റ്റ് ഇങ്ങനെ ബ്രോസ് ഗ്യാപ്പ് മാത്രം ജസ്റ്റ് ഫില്ല് ചെയ്യാറുള്ളൂ കേട്ടോ. എൻ്റെ ഫ്രണ്ടിൽ ജസ്റ്റ് ഞാൻ ഈ കോമ്പ് വെച്ചിട്ട് ജസ്റ്റ് ഇങ്ങനെ ഈരി കൊടുക്കും. ഇതിപ്പോൾ ഒത്തിരി ഒരു ജെല്ല് വെച്ച് ഐബ്രോ ജെല്ല് യൂസ് ചെയ്യുന്നുണ്ട്. അങ്ങനെ ഒത്തിരി പേര് കാണുന്നുണ്ട്. ഏറ്റവും കൂടുതൽ കാണുന്നത് ക്ലാസ്സിൽ പോകുമ്പോഴേക്കായിരുന്നു കേട്ടോ. പിന്നെ ഞാൻ യൂസ് ചെയ്യാറുള്ളത് ബ്ലഷാണ് കേട്ടോ. ബ്ലഷ് ഇത് ഇൻസൈറ്റിൻ്റെ നാട്ടിൽ പോയപ്പോൾ ഓൺലൈനിൽ നിന്ന് മേടിച്ചതാണ്. ജസ്റ്റ് ചിലപ്പോൾ കൈ കൊണ്ടിടും, അല്ലെങ്കിൽ ഇതുകൊണ്ട് തന്നെ ഇടും. എന്നിട്ട് ബ്രഷ് വെച്ച് ബ്ലെൻഡ് ചെയ്യാറാണ് പതിവ്. ഇതൊക്കെ നമ്മുടെ സൂത്രപ്പണികളാണ്, പെട്ടെന്ന് റെഡി ആവാനുള്ള ഐഡിയാസ്. ഈ കണ്ണ് എഴുതാണ്ടിരിക്കുമ്പോൾ വേറൊരു ഇതാണ്. ഇപ്പോഴും കണ്ണ് നമ്മൾ എഴുതി കണ്ടത് കൊണ്ടാണെന്ന് എനിക്കറിയില്ല. ജസ്റ്റ് മേലക്കൂടെ നടുഭാഗം മാത്രം കുറച്ച് കട്ടിയിൽ, അങ്ങനെയാണ് ഞാൻ കൂടുതൽ എഴുതാറ്. അത്രയ്ക്കേ ഉള്ളൂ. ഇനി ഞാൻ ലിപ്സ്റ്റിക് ഇടും. കൂടുതൽ മേക്കപ്പിൻ്റെ ആവശ്യമൊന്നുമില്ലെന്ന് തോന്നുന്നു നൈറ്റ് ആയതുകൊണ്ട്. പിന്നെ ഇത് ഞാൻ യൂസ് ചെയ്യുന്ന ഷെയ്ഡ് ഖൂബ്സൂരത് കുച്ചിപ്പൊടിയുടെ മാർസിൻ്റെ ഷെയ്ഡാണല്ലോ. ഇത് ഞാൻ അങ്ങനെ യൂസ് ചെയ്യാറില്ല. ജസ്റ്റ് ഇട്ടിട്ട് ഞാൻ കൈ വെച്ച് ടാപ്പ് ചെയ്ത് വെച്ച് ഇത്രേ ഉള്ളൂ. അപ്പം അത്രയ്ക്കേ ഉള്ളൂ.
ഇവിടെ ഞാൻ വിയർക്കുകയാണ്. ഇവിടെ നല്ല ചൂടായിട്ടില്ല. പിന്നെ ഹെയർ ഞാൻ ജസ്റ്റ് വെറുതെ 2 മുടി എടുത്ത് കെട്ടി, ഇത്രയ്ക്കുള്ളൂ. ഇതാണ് ചേച്ചിയുടെ മൂത്ത മോൻ. എന്താ പേര് പറയൂ? എത്ര ക്ലാസ്സിൽ പഠിക്കണ? അവൻ ഇറ്റാലിയൻ ഭാഷ പറയുന്നു. ഇംഗ്ലീഷിൽ പറഞ്ഞേ എത്രയില്ല? ഫസ്റ്റ് ഇനി 2 വരുന്നത്. വയസ്സാണ് ചോദിച്ചേ. എത്ര ക്ലാസ്സിലാണ് പഠിക്കുന്നതെന്ന്? ഇവരെല്ലാരും ഇറ്റാലിയൻ പറയുന്നത് നമുക്കൊന്നും മനസ്സിലാവണില്ല. അതുകൊണ്ട് ചേച്ചിയോട് ഞാൻ വീണ്ടും ട്രാൻസ്ലേഷൻ ചെയ്യാം. ഇപ്പൊ നമ്മൾ എവിടേക്ക് പോണേ? അപ്പന്റെ റെസ്റ്റോറന്റ്. നീ പോയിട്ടുണ്ടാ? ഇതില് പോയിട്ടില്ലേ? ഫസ്റ്റ് ടൈം ആണ് പോണേ. അപ്പനെ കാണിച്ചു തരാം. എനിക്ക് അപ്പനെ കാണിച്ചു തന്നൂടെ? എന്നാ ഫോണില് കാണിച്ചു തന്നാ? ചേട്ടന്റെ കൂട്ടാന്റെ പേരാണ് ജിജോ. അല്ല, ലിജോ മോൻ അല്ലേ? അപ്പൊ ഞങ്ങള് ചേച്ചിയും വാവ ഇപ്പൊ നല്ല ഉറക്കാണ്. ചേച്ചി റെഡി ആയി വരുന്നേ ഉള്ളൂ. ഇതിന്റെ കെട്ടണമെങ്കിൽ സമയം നോക്ക അറിയോ? ഇതിന്റെ കെട്ടണ വാച്ച് സമയം നോക്ക അറിയോ? എത്ര മണിയായിന്ന് പറഞ്ഞ്? ഒക്കെ ഇറ്റാലിയനാണ്. അതുകൊണ്ട് ഇനി നമ്മള് പോണത് വീഡിയോ ഞാൻ എടുക്കാട്ടോ. ഇതാണ് ചേച്ചി ഇറ്റലിയിലുള്ളത്. 2ാമത്തെ ചേച്ചി. മൂത്ത ചേച്ചി നാട്ടിലാണ്. അപ്പൊ ചേച്ചി അല്ലാതെ അപ്പൊ എൽഫി. ചേച്ചിയുടെ പേര് എൽഫി. അപ്പൊ ചേച്ചിയുടെ അടുത്തേക്കാണ് ഞാൻ ഇറ്റലിക്ക് വന്നതാണ്. അപ്പൊ ഇത് എന്റെ കുഞ്ഞനീത്തി ജർമ്മനിലുള്ള ഒരാള് കിടന്നോ നല്ല ഉറക്കാണ്. ചേച്ചി കുളിപ്പിച്ച് നല്ല ഉറക്കാണ്. ഒത്തനാണ് ഇപ്പൊ നമ്മ കണ്ടത്. അപ്പൊ ചേച്ചി പോയിട്ടുണ്ടോ റെസ്റ്റോറന്റിൽ? ഇല്ല, ഫസ്റ്റ് ടൈം ആണ്. ചേച്ചിയും ഫസ്റ്റ് ടൈം ആണ് പോകുന്നത്. ഞാനും ഫസ്റ്റ് ടൈം ഉണ്ട്. അപ്പനെ കാണിച്ചു തന്നിട്ടുണ്ട്. അപ്പൊ ഞങ്ങൾ എല്ലാരും ഫസ്റ്റ് ടൈം ആണ് ട്രാവൽ പറയും. പക്ഷെ ഞാൻ പോവാറില്ല. ചേച്ചി പിള്ളേരൊക്കെ ഉള്ളതുകൊണ്ട് പോവാനൊരു ബുദ്ധിമുട്ട്. അതുകൊണ്ട് ഞങ്ങളിപ്പോ ഞാൻ വന്നതുകൊണ്ട് ചേട്ടൻ 2 ദിവസമായി വിളിക്കുന്നല്ലേ വരാൻ പറഞ്ഞ പോവാന്ന്. അപ്പൊ ഞങ്ങൾ പോവാന്ന് വിചാരിച്ചു. പിന്നെ ഞങ്ങൾ റെസ്റ്റോറന്റിൽ പോയിട്ട് തകർക്കും. ഞാൻ ഇതൊരു ഇറ്റാലിയൻ ഫുഡ് വന്നിട്ട് കഴിച്ചു. പക്ഷെ ചേട്ടൻ റെസ്റ്റോറന്റിൽ ഇതൊരു റെസ്റ്റോറന്റിൽ തന്നെ കഴിക്കണം പോയിട്ട്. ഇപ്പൊ എന്നാ അവിടെ പോയിട്ട് ഇനി കാണാം. Rolling down the boulevard, sun hitting my shades. Oh yeah, riding low and slow. This vibe never fades. Palm trees dancing in the hazy sunlight glow. West Coast rhythm, let the good times flow. Grooving, feel that funky breeze. Talk about the city, setting spirits at ease. From the hills to the shore, ain't no second guessing. In these Cali streets, we count every blessing. They're catching the moves, spinning reflections of dreams on these West Coast streets. Nothing's what it seems. Hey, hey, let me see your hands up high. Hands up. We vibing till the moon hits the sky. Talk like a voice from the stars. This coast culture lives in our hearts. No scars. Cruising, grooving, feel that funky breeze. Talk about singing, setting spirits at ease. From hills to the shore, ain't no second guessing. In these Cali streets, we count every blessing.
റെസ്റ്റോറൻറ്റിൻ്റെ പേര് ശീഷയാണ്. ഇത് തന്നെയാണ് പ്രൊനൗൺസിയേഷൻ, എനിക്കറിയില്ല. ചുമ്മാ പേജൊക്കെ മറിച്ച് നോക്കി. മെനു കാർഡ് എന്ന് പറയാൻ പറ്റില്ല, ബുക്ക്ലെറ്റാണ്. പക്ഷെ ഞങ്ങൾക്ക് ഇഷ്ടമുള്ളത് ചേട്ടൻ അറിയാവുന്നതുകൊണ്ട് ചേട്ടനാണ് സംഭവങ്ങളൊക്കെ ഓർഡർ ചെയ്തത്. ഞങ്ങൾ ചുമ്മാ പേജൊക്കെ ഇങ്ങനെ മറിച്ച് അവിടെ ഇരുന്നുള്ളൂ. അങ്ങനെ കുറച്ച് നേരം വെയിറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഫുഡൊക്കെ വന്നു. ഫുഡിൻ്റെ പേര് പ്രൊനൗൺസിയേഷൻ എങ്ങനെയാണ് പറയേണ്ടതെന്ന് എനിക്കറിയില്ല. അതുകൊണ്ട് ഞാൻ സൈഡിൽ ഡിഷസിൻ്റെ പേര് കൊടുക്കാം. ഇതാണ് സ്റ്റാർട്ടറാണ്. ഇത് ചിക്കൻ ക്രിസ്പി ഫ്രൈഡാണ്. ഡിഷസിൻ്റെ പേര് ഞാൻ സൈഡിൽ കൊടുക്കാം കേട്ടോ. അങ്ങനെ സ്റ്റാർട്ടർ കഴിഞ്ഞ് അടുത്ത മെയിൻ കോഴ്സിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാണ്. ഇവൻ വാശി പിടിച്ച് തുടങ്ങിയ ചെറിയ ഉറക്കത്തിൻ്റെ ചെറിയ പ്രശ്നങ്ങളൊക്കെ ആയതുകൊണ്ട് വെയിറ്റിംഗാണ്. അങ്ങനെ മെയിൻ കോഴ്സ് വന്നു. ഇത് അവരുടെ സിഗ്നേച്ചർ പാസ്തയാണ്, സ്പെഗേറ്റി. പിന്നെ ഇത് റൈസ് വെച്ചുള്ള ഡിഷ്, പിന്നെ ഇത് പാന. മെയിൻ കോഴ്സ് കഴിഞ്ഞപ്പോഴേക്കും അവൻ വാശി പിടിച്ചു തുടങ്ങിയപ്പോൾ ഞങ്ങൾ കുറച്ച് നടന്നു. അങ്ങനെ ഞങ്ങൾ കിച്ചണിൻ്റെ ഇടയ്ക്ക് പോയി. അപ്പോൾ അപ്പ കാണിക്കുന്നത് എന്താണെന്ന് അറിയണം, അപ്പയുടെ കൂടെ സിറ്റണം, അപ്പയുടെ കൂടെ നിൽക്കണം എന്നൊക്കെയാണ് ആദ്യം പറയുന്നത്. അങ്ങനെ കുറച്ച് ഞങ്ങളുടെ ചേട്ടനോട് വർത്താനം പറഞ്ഞു. അത് കഴിഞ്ഞ് അവൻ വാശി പിടിക്കുന്ന കൊണ്ടായിരുന്നു ഞങ്ങൾ എനിക്ക് നടന്നത്. അവിടെ പിന്നെ ഒരു ആള് ഹായ് പറയണ കാണാം, അതാണ് ചേട്ടൻ്റെ ഒറ്റ കൂട്ടുകാരൻ ലിജോ മോൻ. അങ്ങനെ ഞങ്ങൾ പിന്നെ വീണ്ടും ടേബിളടക്കി പോയി. അങ്ങനെ ഡെസേർട്ട് വന്നു. ഡെസേർട്ട് മൂന്ന് ഡിഫറെൻറ്റ് ടൈപ്സ് ആയിരുന്നു. കിട്ടുക്കാച്ചി ടേസ്റ്റായിരുന്നു. അതിനുള്ള കൂടെ അവൻ നല്ല വാശി പിടിക്കുന്നുണ്ടായിരുന്നു. ഞങ്ങൾ വേഗം ഡെസേർട്ടൊക്കെ കഴിച്ചത്. പിന്നെ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞപ്പോൾ കുറച്ച് നേരം ഞങ്ങൾ പോസ്റ്റായിരുന്നു. കാരണം ചേട്ടൻ ഞങ്ങളെ പിക്ക് ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പോൾ അതുകൊണ്ട് തിരക്കൊഴിഞ്ഞ ടൈമിൽ ആൾ ഞങ്ങളെ പിക്ക് ചെയ്യാമെന്ന് പറഞ്ഞു. വന്നപ്പോൾ ചേട്ടൻ്റെ ഫ്രണ്ടാണ് ഞങ്ങളിവിടെ ഡ്രോപ്പ് ചെയ്തത്. ആ ടൈം ആയപ്പോഴേക്കും അവൻ വാശിയൊക്കെ പിടിച്ച് തുടങ്ങി, ഉറങ്ങാൻ വേണ്ടിയിട്ടുള്ള ചെറിയ വാശികൾ. പിന്നെ ആദ്യമാണെങ്കിൽ ടാബ് ഉള്ളത് കൊണ്ട് അവൻ അതിൽ ഗെയിം കളിച്ചിരുന്നു. കുറച്ച് നേരം ഞങ്ങൾ പോസ്റ്റായിരുന്നു. പിന്നെ ആൾ തിരക്കൊരു വിധം കുറഞ്ഞപ്പോൾ ഞങ്ങൾ ഡ്രോപ്പ് ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പം അങ്ങനെ അവിടെ വർക്ക് ചെയ്യണവരാണ് അവർ. അപ്പോൾ കെയിനെ കണ്ടപ്പോൾ കെയിനെ കളിപ്പിക്കണതാണ്. പിന്നെ ഞാൻ ആരാന്നൊക്കെ ചോദിച്ചു. എല്ലാവരും വന്ന് ചോദിച്ചു ഇതാരാ. കാരണം ചേച്ചീനെയും പിള്ളേരെയൊക്കെ അവർക്ക് നന്നായിട്ട് അറിയാമായിരുന്നു. അപ്പോൾ എല്ലാവരും എന്നോടൊന്ന് ഇറ്റാലിയൻ പറയുമ്പോൾ എനിക്കറിയില്ല. അപ്പോൾ ചേച്ചി പറയുന്നുണ്ട് ഇറ്റാലിയൻ അറിയില്ല, അനിയത്തി ജർമ്മനിയിലാണ്, ഇപ്പോൾ ഓഫ് വന്നപ്പോൾ അവിടേക്ക് വന്നതാന്നൊക്കെ പറയുന്നുണ്ട്. അത് കഴിഞ്ഞപ്പോൾ ആ ചേച്ചി കൈ കാട്ടിയപ്പോൾ അവൻ ചാടിപ്പോയി. പിന്നെ തിരിച്ചു വരണില്ല. കുറച്ച് നേരം ഞങ്ങൾ അവിടെ ഉള്ളവരോടൊക്കെ വർത്താനമൊക്കെ പറഞ്ഞ് കുറച്ച് നേരം അവിടെ നിന്ന് പിന്നെ ചേട്ടൻ ഞങ്ങളെ ഡ്രോപ്പ് ചെയ്യാമെന്ന് പറഞ്ഞു. ഇതാണ് ചേട്ടൻ്റെ ഒറ്റ കൂട്ടുകാരൻ ലിജോ മോൻ. ഇത് റെസ്റ്റോറൻ്റ് ഓണറാണ്. അപ്പോൾ ഒന്നിച്ച് ഫോട്ടോ എടുത്തതാണ്. അങ്ങനെ ഞങ്ങൾ വീട്ടിലെത്തി. ചേട്ടൻ വീട്ടിലൊക്കെ ഉണ്ടാക്കി ഇപ്പോൾ ആൾ പോയി. കുറച്ച് നേരം ഞങ്ങൾ പോസ്റ്റായി. ചേട്ടൻ അവിടെ നല്ല തിരക്കായിരുന്നു. ഞങ്ങൾ ഡ്രോപ്പ് ചെയ്യാൻ വേണ്ടി കുറച്ച് നേരം വെയിറ്റ് ചെയ്തു. അപ്പോൾ കെയിനൊക്കെ വാശി പിടിച്ച് തുടങ്ങി. ഉറക്കത്തിൻ്റെ ടൈമൊക്കെ തെറ്റുമ്പോൾ അവന് കൃത്യം ടൈമിൽ ഫുഡ് കഴിക്കണം, കൃത്യം ടൈമിൽ പാല് കുടിക്കണം, കൃത്യം ടൈമിൽ ഉറങ്ങണം, അങ്ങനെ ഉള്ള ഒരാളാണ്. അപ്പോൾ അതുകൊണ്ട് ഉറക്ക ടൈമൊക്കെ തെറ്റിയപ്പോൾ അവനാകെ വാശി പിടിച്ചു തുടങ്ങി. അങ്ങനെ അപ്പം അതുകൊണ്ട് വ്യത്യസ്ത തരമായ ഫുഡുകൾ കഴിക്കാൻ പറ്റി. ഇറ്റാലിയൻ ഫുഡ് ഒരു ഒതന്റിക് റെസ്റ്റോറൻ്റാണ്. അങ്ങനെ കഴിക്കാൻ പറ്റി. മുടിയൊക്കെ പിടിച്ച് വലിച്ചാകെ ചപ്രയെന്ന് തോന്നുന്നുണ്ട് മുടി. അപ്പം അത്രയ്ക്കുള്ളൂ. അപ്പം അത്രയ്ക്കുള്ളൂ. ഇനി അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ.